എന്തുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ അടക്കം പ്രധാനമന്ത്രി തന്നെ വളരെ നേരത്തെ, അതായത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ, വിവിധ സംസ്ഥാനങ്ങളിലടക്കം സന്ദർശനം നടത്തുകയാണ്. ഒരുപക്ഷെ ഫെബ്രുവരിയോ മാർച്ചിലോ ഒക്കെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കാം. ആ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അവിടെ ഉത്തരേന്ത്യയിൽ തീർച്ചയായും രാമക്ഷേത്രം എന്നത് വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്നതിൽ തർക്കമില്ല. നമുക്കാദ്യം ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ബി.ജെ.പിയുടെ ഒരു ഇടപെടൽ എന്താണ്, ബി.ജെ.പിയുടെ സ്വാധീനം എന്താണ് എന്നതുകൂടി വളരെ പെട്ടെന്ന് പരിശോധിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ദ ഇലക്ഷൻ ചാനലിന്റെ വീഡിയോ വാളിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ മാപ്പ്, അതിൽ കാവി എവിടെയെല്ലാം പതിഞ്ഞിരിക്കുന്നു എന്നത് വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കഴിഞ്ഞ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പരിഗണിക്കുമ്പോൾ, അതായത് രാജസ്ഥാനും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമൊക്കെ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ കൂടി വിലയിരുത്തുമ്പോഴാണ് ഏതാണ്ട് ഇന്ത്യയുടെ ഹൃദയഭൂമി മൊത്തം ബി.ജെ.പിയുടെ കൈകളിൽ ആണ്, അല്ലെങ്കിൽ ബി.ജെ.പിയോ ബി.ജെ.പി മുന്നണിയുടെയോ ഭാഗത്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഈ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, അവിടെയൊന്നും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ഇടങ്ങളായിരുന്നു. അവിടെയും ബി.ജെ.പി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഈ മാപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ആ കാവി പുതഞ്ഞു നിൽക്കാത്ത ഒരു പ്രദേശം ഉണ്ടെങ്കിൽ അത് കൃത്യമായി ദക്ഷിണേന്ത്യയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കിരൺ, അതെ, അത് തന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രധാനം. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയുടെ ഒരു മഹാഭൂരിപക്ഷം, ഇന്ത്യയുടെ ആ ഒരു നടുഭാഗം മുഴുവൻ പൂർണ്ണമായും കാവി നിറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റമാണുള്ളത്. ആ തരത്തിലേക്ക് ബി.ജെ.പിയുടെ മുന്നേറ്റം വ്യക്തമാണ്. ആ സംസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ഉത്തർപ്രദേശ് ആയാലും രാജസ്ഥാൻ ആയാലും മധ്യപ്രദേശ് ആയാലും ഗുജറാത്ത് ആയാലും മഹാരാഷ്ട്ര ആയാലും എല്ലാം ഭരണത്തിലേക്ക് വളരെ കൃത്യമായി തന്നെ ബി.ജെ.പിക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ട്. ബി.ജെ.പിക്ക് അത്തരത്തിലേക്കുള്ള വലിയ നേട്ടം, ഛത്തീസ്ഗഡിലടക്കം ബി.ജെ.പിക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നു. ആ ഭാഗം പൂർണ്ണമായും ബി.ജെ.പിയുടെ പിടിയിൽ തന്നെയാണ്. വലിയ ചെറിയ തുരുത്ത് പോലെയൊക്കെ ആയിരിക്കും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഭരണമൊക്കെ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ ആ മാപ്പിൽ തന്നെ വളരെ വ്യക്തമാണ്, ദക്ഷിണേന്ത്യ, കിഴക്കൻ ഇന്ത്യയിൽ മുകളിൽ ഒറീസ മുതൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് കേരളം തമിഴ്നാട് വരെയുള്ള ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയും ബി.ജെ.പിയുടെ ഒരു സംസ്ഥാനത്ത് പോലും ബി.ജെ.പിക്ക് അങ്ങനെ ഒരു ഭരണം നേടാൻ കഴിഞ്ഞിട്ടില്ല, അധികാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി.ജെ.പി ഇതര പാർട്ടികളാണ്. ഒന്നുകിൽ ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയായ പാർട്ടികൾ, അല്ലെങ്കിൽ ഒറീസയിൽ ഇപ്പോൾ ബി.ജെ.ഡി പോലുള്ള പാർട്ടികൾ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികളല്ല നിൽക്കുന്നത്. നമുക്ക് ദക്ഷിണേന്ത്യയാണ് കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടത്. ദക്ഷിണേന്ത്യയുടെ ഒരു മാപ്പ് കൂടി കാണുന്നത് നന്നാവും. തീർച്ചയായും നമുക്ക് അടുത്ത ചിത്രം എന്നത് ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ചിത്രം മാത്രമാണ്. ആ ദക്ഷിണേന്ത്യയിൽ വളരെ കൃത്യമായി കേരളം ചുവപ്പണിഞ്ഞു നിൽക്കുന്നു. ഇടതു മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത് എങ്കിൽ കർണാടകവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊന്നും തന്നെ കാവിക്കൊടി പാറിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന്, ഈ മാപ്പിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് അഭിലാഷ് ഏറ്റവും പ്രത്യേകത. കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നു, കോൺഗ്രസ് മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പിക്ക് അങ്ങനെ ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത്. രണ്ടാമത് തമിഴ്നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രധാന പാർട്ടി DMK ആണ്. എതിരാളിയായി നിൽക്കുന്നത് ADMK ആണ്. ADMKയിൽ തന്നെ ഇപ്പോൾ അവരുടെ സഖ്യകക്ഷി ആയിരുന്നു, ഇപ്പോൾ സഖ്യകക്ഷി സ്ഥാനത്ത് നിന്ന് മാറി അവിടെ DMKയുടെ ഭരണമാണ് നിൽക്കുന്നത്. മറ്റ് കർണാടകയും അതിന് തൊട്ട് മുകളിൽ കാണുന്ന തെലങ്കാനയും, കർണാടകയും തെലങ്കാനയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ശക്തമായ ആധിപത്യമുണ്ട്. കർണാടകയിൽ മുഖ്യ എതിരാളി ബി.ജെ.പി ആണ്. പക്ഷേ തെലങ്കാനയിൽ മുഖ്യ എതിരാളി ബി.ജെ.പി അല്ല, ഇപ്പോഴും BRS ആണ് അവിടുത്തെ മുഖ്യ എതിരാളിയായി നിൽക്കുന്നത്. മറ്റൊന്ന് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് ആണ് പ്രധാന പാർട്ടിയായി നിൽക്കുന്നത്. അവിടെയും മുഖ്യ എതിരാളി ബി.ജെ.പി അല്ല. ബി.ജെ.പിക്ക് അങ്ങനെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയല്ല ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് TDP ആണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എതിരാളിയായി നിൽക്കുന്നത്. ഈ 5 പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഈ 5 പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടെ ഈ ഒരു സ്ഥലത്ത് കർണാടകയിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ഭരണം ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണത്തെ, അതായത് ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ഏക സംസ്ഥാനം എന്നത് കർണാടക മാത്രമാണ്. അവിടെ ആകെ കഴിഞ്ഞ തവണ ലഭിച്ച 30 സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിൽ 25 സീറ്റ് ലഭിച്ചത് കർണാടകയിൽ നിന്ന് മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കടന്നില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്ക് അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ കൂടി വ്യക്തമാക്കിയാൽ നമുക്ക് ഓരോ സംസ്ഥാനങ്ങളായിട്ട് തന്നെ നമുക്ക് ഇനി കുറച്ച് ഡേറ്റകൾ കൂടിയാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഡേറ്റകളിലേക്ക് പോകുമ്പോൾ എടുത്തു പറയേണ്ടത് ദക്ഷിണേന്ത്യയിൽ ആകെ ഉള്ള സീറ്റുകൾ 130. നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആധികാരികമാക്കിക്കൊണ്ടാണ് ഡേറ്റകൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ
130 സീറ്റുകൾ ആണ് ദക്ഷിണേന്ത്യയിൽ ആകെയുള്ളത് എന്നതാണ്. അതായത് ഇന്ത്യൻ പാർലമെന്റിലേക്ക്, ലോക്സഭയിലേക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അയക്കുന്നത് 130 അംഗങ്ങളെയാണ്. അതിൽ കേരളം നമ്മുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് ഏറ്റവും കൂടുതൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് അയക്കുന്നത് കേരളത്തിൽ നിന്നല്ല എന്നതും എടുത്തു പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ നിന്ന് 39 അംഗങ്ങളെയാണ് അയക്കുന്നത്. അതോടൊപ്പം തന്നെ പുതുച്ചേരിയിൽ ഒരംഗമാണുള്ളത്, നമ്മുടെ അയൽ പ്രദേശം കൂടിയാണ്. കർണാടകത്തിൽ നിന്ന് 28, ആന്ധ്രാപ്രദേശിൽ നിന്ന് 25, തെലങ്കാനയിൽ നിന്ന് 17. ഇതാണല്ലോ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ മറികടക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ കൈപ്പിടിയിലാക്കാൻ പറ്റാത്ത കണക്ക്. അഭിലാഷ്, ഈ സംസ്ഥാനങ്ങളിലേക്ക് BJPയെ സംബന്ധിച്ച് ഈ കർണാടകയുടെ വിഷയം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. അവിടെ കോൺഗ്രസിന്റെ ഭരണം വന്നു, അത് പ്രത്യേകമായി ചർച്ച ചെയ്യാം. ഈ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം, തമിഴ്നാടായാലും ആന്ധ്രാപ്രദേശ് ആയാലും തെലങ്കാന ആയാലും കേരളമായാലും, ഇവിടെയെല്ലാം BJPയെ സംബന്ധിച്ച് 2, 3, 4, 5 സീറ്റ് വീതം ലഭിച്ചാൽ, അല്ലെങ്കിൽ എല്ലായിടത്തും അത്ര ഒരു കുറഞ്ഞ സീറ്റുകൾ തന്നെ ലഭിച്ചാൽ പോലും BJPക്ക് ഇത് വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ BJP വളരെ കൃത്യമായി, എങ്ങനെയാണോ ഈ കോൺഗ്രസ് ഒക്കെ വളരെ വൈകി വന്ന വിവേകം എന്നൊക്കെയാണല്ലോ പറയുന്നത്, ഈ ജയിക്കാൻ സാധ്യതയുള്ള 200, ഇന്നലെ നമ്മളതാണ് ചർച്ച ചെയ്തത്, 255 സീറ്റുകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മത്സരിക്കാം. മറ്റു സീറ്റുകളിലൊക്കെ വേണമെങ്കിൽ വിട്ടുവീഴ്ചയാകാം. മറ്റു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്കൊക്കെ നൽകാനുള്ള തീരുമാനമൊക്കെ എടുത്തത്. BJP അതേ തന്ത്രം തന്നെയാണ് ഈ കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ BJP പ്രധാനമായും കാണുന്നത് 20 സീറ്റിലും ഒരേപോലെ മത്സരിച്ച് എവിടെയെല്ലാം പാർട്ടി വളർത്തുക എന്നുള്ള ഒരു അജണ്ടയിലേക്കല്ല BJP പോകുന്നത്. BJP 6 A ക്ലാസ് മണ്ഡലങ്ങൾ കണ്ടെത്തി എന്നൊക്കെ അവർ പുറത്തു പറയുമ്പോഴും അവർ ആ A ക്ലാസിൽ തന്നെ എവിടെയാണ് വിജയ സാധ്യത ഉള്ളത്, എവിടെയാണ് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട്, അതിനെ ഇപ്പോൾ നേരത്തെ തിരുവനന്തപുരമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് ആര് മത്സരിക്കണമെന്നെ സംബന്ധിച്ചൊക്കെ ഇപ്പോഴും BJPക്കകത്ത് പല ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. നരേന്ദ്രമോദി തന്നെ വന്ന് ദക്ഷിണേന്ത്യ പിടിക്കാൻ വേണ്ടി, രാഹുൽ ഗാന്ധി വന്നതുപോലെ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി തന്നെ മത്സരിച്ചേക്കാം എന്ന് പറയുന്ന, ഇതൊന്നും എവിടെന്നെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നേതാക്കളുടെ സൂചനകളുടെ ഒന്നും വാർത്തകളല്ല. ഈ സാധ്യതകൾ നമ്മുടെ കേരളത്തിലെ നേതാക്കൾക്ക് പലർക്കും അറിയത്ത് തന്നെ ഇല്ല, ആരെ എവിടെ പരിഗണിക്കുമെന്നുള്ള കാര്യത്തിലൊന്നും അറിയില്ല. അതൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് തീരുമാനിക്കുന്നത്. അത് ചിലപ്പോൾ BJP ആയതുകൊണ്ട് അന്തിമ നിമിഷത്തിൽ ചിലപ്പോൾ അത്ഭുത സ്ഥാനാർത്ഥികൾ വന്നേക്കാം, ചിലപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ മത്സരിച്ചേക്കാം. അവർ പ്രധാനമായി ഇപ്പോൾ കാണുന്നത് തൃശ്ശൂരിനെയാണ്. അപ്പോൾ എന്നാൽ തൃശ്ശൂർ മുന്നേ 1 എന്നുള്ള നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അവർ 6 മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് മത്സരിക്കുന്നു. അങ്ങനെ തമിഴ്നാടിനെ സംബന്ധിച്ചും, തമിഴ്നാട്ടിൽ ADMK ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പനീർശെൽവം BJPയുമായി ചർച്ച നടത്താൻ അത്തരമൊരു ബന്ധത്തിലേക്ക് വേണം, ഒറ്റയ്ക്ക് മത്സരിക്കുന്നെങ്കിൽ ഏതെല്ലാം സീറ്റുകൾ മത്സരിക്കണം, 39 സീറ്റുകളിൽ മത്സരിക്കുന്നതാണോ, അല്ലെങ്കിൽ 39 സീറ്റുകളിൽ സ്ഥാനാർത്ഥി കാണും, പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, പണം ചെലവഴിക്കേണ്ടത്, അജണ്ടകൾ നിശ്ചയിക്കേണ്ട രീതിയിലേക്ക് മുൻകൂട്ടി വർക്ക് പ്ലാൻ ചെയ്യേണ്ടത് ഏതെല്ലാം മണ്ഡലങ്ങളിലാണ്. അത്തരം മണ്ഡലങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ട് ആ മണ്ഡലങ്ങളിലേക്ക് പ്രത്യേകമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമാനമായ രീതിയിൽ തന്നെയാണ് ആന്ധ്രാപ്രദേശിലായാലും തെലങ്കാനയിലായാലും എല്ലാം. തെലങ്കാനയിൽ കുറെ കൂടി BJPക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ ചിലപ്പോൾ കുറെ കൂടി വിശാലമായ, അവരുടെ എണ്ണം എന്ന് പറയുന്നത് അതിനേക്കാൾ വിശാലമായ എണ്ണത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മത്സരിച്ച്, അല്ലെങ്കിൽ ചില മണ്ഡലങ്ങളിലേക്ക് ഇത്തരം സ്ഥാനാർത്ഥികളൊക്കെ, അവിടെ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി തീരുമാനിച്ച് അവർക്ക് വേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് പാർട്ടി നേരത്തെ തന്നെ തുടങ്ങി. അത്തരം കാര്യങ്ങൾ ഇപ്പൊ കേരളത്തിൽ തൃശ്ശൂരിന് വേണ്ടി യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും അവിടെ നിന്ന മുഴുവൻ ജനങ്ങൾക്കും, രാഷ്ട്രീയ എതിരാളികൾക്കും എല്ലാവർക്കും അറിയാം ആകെ ചെയ്തത് നരേന്ദ്രമോദി അവിടെ അദ്ദേഹം പ്രധാനമന്ത്രി സഞ്ചരിക്കുമ്പോൾ വാഹനത്തിലുണ്ടായിരുന്നത് ഒന്ന് BJP പ്രസിഡന്റും ഒന്ന് മഹിളാ മോർച്ച പ്രസിഡന്റുമാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നുമില്ലാതെ ആ വാഹനത്തിലുണ്ടായിരുന്നത് ആകെ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള ആൾ അങ്ങനെ ഒരു വാഹനത്തിൽ നിർത്തുന്നു എന്നുള്ളത് വളരെ കൃത്യമായ ഒരു മെസ്സേജാണ് പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും മറ്റു പാർട്ടിക്കാർക്കും തൃശ്ശൂരുകാർക്കും ഒക്കെ നൽകുന്നത്. അത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഔദ്യോഗികമായ തുടക്കം തന്നെയായിരുന്നു. ഈ തരത്തിലേക്ക് അവർ സംസ്ഥാനങ്ങളെ ഓരോ മണ്ഡലങ്ങളായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ ആരെ ഇറക്കിയാൽ അവിടെ വിജയിക്കാൻ കഴിയും, അവിടെ ഏതെല്ലാം വിഷയങ്ങൾ പറയണം. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരു ഹിന്ദുത്വ അജണ്ടയൊന്നും മാത്രം പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് അങ്ങനെ വോട്ട് അധികമായി സമാഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഏതാണ്ട് 40% ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നേരത്തെ തന്നെ ക്രിസ്ത്യൻ സഭകളുമായി അത്തരത്തിലേക്ക് ഒരു ബന്ധം സ്ഥാപിക്കാനും സഭാ നേതാക്കന്മാരെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള സന്ദർശനത്തിന് അവസരമൊരുക്കാനും ഒക്കെ. ഇപ്പൊ മണിപ്പൂരിന്റെ ഒക്കെ അടക്കമുള്ള വൈകാര്യമായ വിഷയങ്ങൾ ഉള്ളപ്പോഴാണ് പ്രധാനപ്പെട്ട സഭാ നേതാക്കളെ കൂടെ നിർത്താൻ BJPക്ക് കഴിയുന്നത്. അതൊരു രാഷ്ട്രീയ, അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ പണി നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വളരെ കൃത്യമായി തന്നെ BJP പണിയെടുക്കുന്നു. അവർ വെറുതെ എല്ലാ സ്ഥലത്തും പോയി എല്ലായിടത്തും പോയി കിളയ്ക്കുക എന്നുള്ളതല്ല. എവിടെ കിളച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ചെടി വെക്കാൻ കഴിയും,
ആ സ്ഥലം മാത്രം നോക്കി അവിടെ മാത്രം വെള്ളം ഒഴിച്ച് അവിടെ മാത്രം ആവശ്യത്തിന് വളം നൽകി അവിടെ മാത്രം കിളയ്ക്കുക എന്നുള്ള ഈ കൃഷിക്കാരന്റെ അതായത് വിളവെടുക്കാൻ പറ്റുന്ന മണ്ണിൽ കൃഷി ഇറക്കിയാൽ അത് തന്നെയാണ് ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ പോയിന്റ് അത് തന്നെയാണ്. വിളവെടുക്കാൻ പറ്റുന്ന മണ്ണ് ഏത് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കൃഷി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വിജയത്തിനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്. ആ വിജയ സാധ്യതയാണ് കൃത്യമായി തന്നെ ദക്ഷിണേന്ത്യയിൽ BJP ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് അവിടുത്തെ ഈ പറയുന്ന രാമക്ഷേത്രത്തിനെതിരെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ടക്കെതിരെയുള്ള വലിയ മുദ്രാവാക്യങ്ങളൊക്കെ കേരളത്തിൽ മറ്റു പാർട്ടികൾ ഉയർത്തുമ്പോൾ അതിലേക്ക് അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാതെ ഹിന്ദുത്വയുടെ വോട്ട് എന്തായാലും അത്തരം വൈകാരികമായ അവസ്ഥയുള്ള വോട്ട് BJP കിട്ടുമെന്ന് BJPക്ക് കൃത്യമായി തന്നെ അറിയാം. അവരുടെ വോട്ട് മാത്രം പോരാ, ആ വോട്ടിനപ്പുറത്തുള്ള മനുഷ്യരെ ആകർഷിക്കണം. അതിനുവേണ്ടിയാണ് അവർ കൃത്യമായി നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ ഈ മോദി ഗ്യാരണ്ടി എന്ന പ്ലാൻ വെക്കുന്നതും നരേന്ദ്രമോദി എന്തിനാണ് ഇത്രയും സംസ്ഥാനങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് കേരളത്തിലേക്ക് ഇങ്ങനെ ആവർത്തിച്ച് തുടർച്ചയായി വരുന്നത്? ഇനിയിപ്പോൾ കേവലം 20 സീറ്റുകൾ മാത്രമുള്ള കേരളത്തിൽ തിരുവനന്തപുരം പോലെ, തിരുവനന്തപുരം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ശശി തരൂർ സ്ഥാനാർത്ഥിയാണ്, അവിടെ നിന്നുള്ള ജനപ്രതിനിധി ആയതുകൊണ്ടാണ്. അവിടേക്കാണ് നിർമ്മലാ സീതാരാമന്റെയും അല്ലെങ്കിൽ S ജയശങ്കറിന്റെയും ഒക്കെ പേരുകൾ ഉയർന്നു വരുന്നത്, രാജീവ് ചന്ദ്രശേഖരന്റെ പേര് അടക്കമൊക്കെ ഉയർന്നു വരുന്നത്. അതുതന്നെയാണ് ഏറ്റവും നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഈ കേരളത്തിലെ മറ്റ് ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും യഥാർത്ഥത്തിൽ BJP ഉപയോഗിക്കുന്ന ഈ തന്ത്രങ്ങളെ കൂടി മറികടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ BJPയെ രാഷ്ട്രീയമായി നേരിടുന്നതിനപ്പുറത്തേക്ക് BJPയുടെ ഇത്തരം രാഷ്ട്രീയ തന്ത്രങ്ങളെ നേരിടാൻ പലപ്പോഴും ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന, പ്രത്യേകിച്ച് അതിനെ നയിക്കുന്ന കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളിടത്താണ് പലപ്പോഴും BJPയുടെ വിജയം എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ കയ്യിലിരുന്ന അല്ലെങ്കിൽ ഉറപ്പായി ജയിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന സംസ്ഥാനമാണ്. വോട്ടെടുന്ന തലേന്ന് പോലും കോൺഗ്രസിന്റെ ഉന്നതാധികാര യോഗമൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ മറ്റു പാർട്ടികൾക്കൊക്കെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കൊടുത്ത സന്ദേശം മധ്യപ്രദേശ് ഞങ്ങൾ ജയിക്കും, ഛത്തീസ്ഗഡ് ഞങ്ങൾ ജയിക്കും, രാജസ്ഥാനിൽ ഞങ്ങൾക്കൊരു സാധ്യത, ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ ഞങ്ങൾ ജയിച്ചേക്കാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ആകെ ഉറപ്പിച്ച് പറഞ്ഞ സ്ഥലത്ത് തെലങ്കാനയിൽ മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അത്തരം അവസാന നിമിഷം പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വോട്ടെടുപ്പിന് മുമ്പ് എല്ലാ പാർട്ടികൾക്കും വിജയപ്രതീക്ഷയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ ബൂത്തിൽ വോട്ട് പെട്ടിയിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് വീണ് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശേഷിയുണ്ടോ അല്ലെങ്കിൽ ജനകീയ ബന്ധമുണ്ടോ എന്ന് അറിയുന്നത് അപ്പോൾ തിരിച്ചറിയാൻ കഴിയണം. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ 20 സീറ്റുണ്ട്, അതിൽ ഇത്ര സീറ്റ് ഞങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കും. അത് ചിലപ്പോൾ 1 or 2 പ്ലസോ മൈനസോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് 1 or 2 പ്ലസ് മൈനസോ അല്ല ഉണ്ടാകുന്നത്. വലിയ തോതിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ UDF ജയിക്കും എന്ന് UDF 19 സീറ്റിൽ ജയിച്ച സ്ഥാനത്ത് CPM കണക്കൂട്ടി പറയുകയാണെന്ന് കരുതിക്കോ, ഞങ്ങൾ 15 സീറ്റിൽ ജയിക്കും. പുറമേക്ക് അങ്ങനെ പറയുമായിരിക്കും, പാർട്ടിക്കുള്ളിൽ പാർട്ടി തീരുമാനിക്കണം ഞങ്ങൾ 15 സീറ്റിൽ ജയിക്കുമെന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം CPMന് കേരളത്തിൽ അത്തരത്തിലുള്ള വേരില്ല അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളില്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ മുൻകൂട്ടി പരാജയം തിരിച്ചറിയാൻ കേരളത്തിലെ CPMനായാലും കോൺഗ്രസിനായാലും അത്തരം പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ ഏറെക്കുറെ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളും താഴെത്തട്ടുള്ള വർക്കും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് കഴിയുന്നുണ്ട്. BJPക്ക് അവർക്ക് അത്തരം വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലും അത്തരം പ്രവർത്തകരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി അവരുടെ സാധ്യതകളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എവിടെ ജയിക്കാൻ കഴിയും എവിടെ തോൽക്കാൻ കഴിയുമെന്നതിനെ ഉപയോഗിച്ചുകൊണ്ട് മുൻകൂട്ടി തന്നെ ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ആകെ ജയിക്കാം എന്നൊന്നുമല്ല അവർ കണക്കൂട്ടുന്നത്. അവർ കണക്കൂട്ടുന്നത് ദക്ഷിണേന്ത്യയിലെ എല്ലാ സ്ഥലത്തും അവർക്ക് MP-മാർ വേണം. അത് മിനിമം ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 10 കിട്ടുന്നിടത്ത് 10, 5 കിട്ടുന്നിടത്ത് 5, ഭൂരിപക്ഷം MP-മാരെ ഒന്നും കിട്ടിയില്ലെങ്കിലും പരമാവധി MP-മാരെ ഈ 30 എന്നുള്ള കണക്ക് മാറ്റി അവർക്ക് 40, 50 അല്ലെങ്കിൽ 60 ആക്കാൻ കഴിയണം. അത്തരം ഒരു ലക്ഷ്യത്തിലാണ് BJP ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതായത് പ്രേക്ഷകരെ കൃത്യമായി അലർട്ട് ചെയ്യേണ്ടത്, കേരളവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ഈ അവലോകനത്തിലേക്ക് പോകുന്നത് എങ്കിലും 130 സീറ്റുകൾ ഉള്ള ലോക്സഭാ മേഖലയാണ് ഈ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. കേരളവും തമിഴ്നാടും കർണാടകവും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം. അവിടെ നിന്ന് വളരെ കുറച്ച് അംഗങ്ങളെ മാത്രം ആണ് ലോക്സഭയിലേക്ക് എത്തിക്കാൻ. അതാകട്ടെ പ്രധാനമായും കർണാടകത്തിൽ നിന്ന് മാത്രം എന്നുള്ളതാണ് BJP നേരിടുന്ന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് BJP കർണാടകത്തിന് പുറമെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏത് നിലയിലാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്നത് കേരളത്തെ മാതൃകയാക്കി കിരൺ വിശദീകരിച്ചത്. ഇതിൽ മറ്റ്